ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ ചിന്നുവിന്റെ ഹൽദി സെലിബ്രേഷൻ വീഡിയോ ആണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേഷൻ. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല, എങ്കിലും കുഞ്ഞു രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ എല്ലാവരും യെല്ലോ ഡ്രസ്സായിരുന്നു. ചിന്നു മാത്രം മെറൂൺ കളർ ഗൗൺ ആണ് വെയർ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഓർണമെന്റ്സ് എല്ലാം ഞാനാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. കാരണം ചിന്നു വേറൊന്ന് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കാൾ ബെറ്റർ ഇത് തോന്നിയതുകൊണ്ട് ഇത് ഞാനാണ് ചൂസ് ചെയ്തത്. പീക്രീസ് എല്ലാം യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് ഓൾ സെറ്റായിട്ട് വന്നു. ഇവരെയൊന്നും പിന്നെ ആ ഫംഗ്ഷൻ നടക്കുന്ന ഏരിയയിലോട്ടേ കണ്ടില്ല. ഫുൾ കളിയായിരുന്നു. ഒരു റൂമിൽ അങ്ങ് ആക്കി കൊടുത്ത് ഫുൾ ബലൂൺ വെച്ച് കളിയായിരുന്നു. അങ്ങനെ ചിന്നുവിന്റെ ഈ കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിക്ക് കുഞ്ഞായിട്ട് ഡെക്കറേറ്റ് ചെയ്തത്. ഓൺലൈനിലാണ് എല്ലാ സാധനങ്ങളും വാങ്ങിയത്. പിന്നെ എൻ്റെ കമ്മലും ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഡ്രസ്സ് ഇതൊരു ചിക്കൻകാരി ഡ്രസ്സാണ്, പക്ഷെ ഫുൾ ലെങ്ത് ആണ് എനിക്ക് വന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ അപ്പോൾ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ചിക്കൻ കറി ഡ്രസ്സിന്റെ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് യെല്ലോ ചൂസ് ചെയ്തതാണ്. നമ്മൾ അടിയിൽ ഒരു ലെഗിൻസ് എന്തെങ്കിലും ഇട്ടിട്ട് മാത്രമേ ഇതിടാൻ പറ്റത്തുള്ളൂ, കാരണം ബോട്ടം പോർഷനിൽ ലൈനിങ് ഇല്ല. പിന്നെ ഇതാണ് അച്ചാമ്മ. അപ്പം അച്ചാമ്മയെ കൂടി ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്നിട്ട്, ഇത് ഈ ഇരിക്കുന്ന എല്ലാം എൻ്റെ അപ്പച്ചിമാരാണ്. പിന്നെ ഫസ്റ്റ് കാണിച്ചേക്കുന്നത് അപ്പച്ചിയുടെ മോള്. പിന്നെ ഇതാണ് ചിന്നുവിൻ്റെ ആള്, നമ്മുടെ മെയിൻ ഗ്രൂം ആൻഡ് ബ്രൈഡ്. അപ്പം അച്ചാമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. രണ്ടുപേർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് ഇടയ്ക്ക് ഫ്ലാഷ് വരുന്നതെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഫ്ലാഷ് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഫ്ലാഷ് വരുന്നത്. അങ്ങനെ അച്ചാമ്മയ്ക്ക് മേളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് താഴെ ഇരുത്തിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഞങ്ങളുടെ സെലിബ്രേഷൻ മേളിൽ ഫ്ലോറിൽ വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് വല്യച്ഛനും വല്യമ്മയും അമ്മയും അച്ഛനും ചിന്നുവും അച്ചാമ്മ എല്ലാവരുമായിട്ട് അടുത്ത സെറ്റ് ഫോട്ടോ എടുത്തു. അതിനുശേഷമാണ് പിന്നെ അപ്പച്ചിമാരുമായിട്ടുള്ള ഫോട്ടോ. ഈ ഇരിക്കുന്ന എല്ലാം എൻ്റെ അപ്പച്ചിമാരാണ് കേട്ടോ. പിന്നെ മറ്റേ ലാസ്റ്റ് നിൽക്കുന്നത് അമ്മയും വല്യമ്മയും, ബാക്കി 3 പേരും അപ്പച്ചിമാരാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് മാമനും മാമിയാണ്. അപ്പോൾ അവരൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോയും എടുത്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മേളിലോട്ട് പോയത്. ഇങ്ങനെ ഒരു കുഞ്ഞു രീതിക്കുള്ള സെറ്റപ്പൊക്കെയാണ് ചെയ്തത്. ഒരു ഉരുളിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ അത്രയും ഞങ്ങൾ മീൻ ചെയ്തോളൂ. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് കളർഫുൾ ആക്കാനായിട്ട്. അങ്ങനെ പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരെയും വിളിച്ചൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഇതാണ് അപ്പച്ചിയും മോനും. ഞാൻ ഓരോ ഫോട്ടോയിൽ ആരൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഇത് ഞാനും ചേച്ചിയാണ്, എൻ്റെ കസിനാണ്. അത് കഴിഞ്ഞിട്ട് ഇതും ചേട്ടനും വൈഫും മോളും. പിന്നെ ഇത് അപ്പച്ചിയുടെ മോളും ഫാമിലിയും. പിന്നെ അതിനിടയ്ക്ക് മഞ്ഞളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, സ്വീറ്റ്സ് കൊടുത്തു. ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹൽദിയാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിനൊന്നും ഇതുപോലെ ഹൽദി സെലിബ്രേഷൻ ഇല്ലായിരുന്നു. സോ ഞങ്ങൾ മുന്നേ ഇത് കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റാണ് ഒരു ഹൽദി ഫംഗ്ഷനിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പം വലുതായിട്ട് എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പല പല വീഡിയോസിൽ കണ്ടത് വെച്ചിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. അങ്ങനെ മഞ്ഞളൊക്കെ തേച്ചു, സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ കൂടുതൽ ഫോട്ടോ സെഷൻ ആയിരുന്നു. പിന്നെ വലിയ എന്റർടൈൻമെന്റ് ആയിട്ടൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അവരൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കസിനും മോളുമാണ്. ഇത് ചിറ്റയും മോളും മോനുമാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല യെല്ലോ സാരി ആയിരുന്നു. യെല്ലോ കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. നമുക്കൊന്ന് റെഡി ആവാനും ഡ്രസ്സ് കേട്ട് നല്ലൊന്ന് സ്റ്റൈലാവാനും കിട്ടിയ ചാൻസ് അല്ലേ. സോ അതൊന്നും ഞാൻ അങ്ങനെ മിസ്സാക്കാറില്ല. ഞാൻ മാക്സിമം എല്ലാത്തിലും ചാടിക്കയറി പോകാറാണ് ചെയ്യാറ്. പിന്നെ ഫോട്ടോഗ്രാഫർ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ ഫേസിൽ ഞങ്ങളും കുറച്ച് മഞ്ഞളൊക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ സെറ്റിന്റെ കുഞ്ഞ് ഡാൻസ്, അവരെ പിടിച്ച് നിർത്തിയിട്ട് കുഞ്ഞ് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ പേടിയൊന്നും ഇല്ലാതെയൊക്കെ ചെയ്തു. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെ കുറച്ച് ഡാൻസ്, അവരാണ് കുറച്ചൊന്ന് ഒരു എന്റർടൈൻമെന്റ് ആക്കിയത്. അത് കഴിഞ്ഞ് കുറച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിൽ വാവ മിസ്സിങ് ആണ് കേട്ടോ. വാവ ഇല്ല, വാവയുടെ ഫാമിലി ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ചിന്നുവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ അതിൽ ഇപ്പം ഈ ടൈമൊക്കെ ആയപ്പം ഫോട്ടോഗ്രാഫറൊക്കെ പോയി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. ഫുഡ് വീട്ടിൽ തന്നെ ഞങ്ങൾ ഒരു ആളിനെ പറഞ്ഞിട്ട് അവരുണ്ടാക്കി തന്ന ഫുഡാണ്. ഇവിടെ എന്തോ സീരിയസ് ഡിസ്കഷനിലാണ്. പിന്നെ ഇതൊക്കെ ആയിരുന്നു സ്വീറ്റ്സ് ഉണ്ടായിരുന്നത്. ഇവിടെ ബാക്കി വന്നതൊക്കെ ആരൊക്കെ കൈയിട്ട് വരുന്നതാണ്. പിന്നെ പറയാൻ പറഞ്ഞത് ചിന്നുവിനെ മേക്കപ്പ് ചെയ്തത് ഞാനാണ് കേട്ടോ. ഹെയർ സെറ്റിങ്ങും ഫേസിലെ കുഞ്ഞു കുഞ്ഞു ടച്ചപ്പ് ഒക്കെ ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. ഇതായിരുന്നു കുട്ടിപ്പട്ടാളം ഗ്യാങ്. പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാനും ചേച്ചിയായിട്ടുള്ളത്.
ഞങ്ങളുടെ ഫാമിലി, പിന്നെ അമ്മയും അപ്പച്ചിയും, പിന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉള്ള ഗേൾസ് ഗ്യാങ്, പിന്നെ ചിന്നു വൈഗയുടെയും നിധിക്കുട്ടിൻ്റെ കൂടെ ഉള്ളതും. അപ്പം അതോടുകൂടി ഫംഗ്ഷൻ ഞങ്ങൾ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വേറെ എല്ലാവരും ഇല്ലായിരുന്നു, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ചുമ്മാ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി റിസപ്ഷൻ ആൻഡ് മാരേജ് വീഡിയോസ് ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.